ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേദാരയാണ്. എന്താണ് കേദാര, എങ്ങനെയാണ് കേദാര ഉണ്ടായത് എന്നാണ്. പഠനം കഴിഞ്ഞ് ജോലിക്ക് കയറി കുറച്ചു നാളത്തെ ജോലി ചെയ്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ ആവുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു തരം വികാരമാണ് ശരിക്കും കേദാര പോലുള്ള പേരുകളിലേക്ക് എത്തിക്കുന്നത്. സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് അങ്ങനൊന്ന് ചെയ്യണമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എത്തി നിൽക്കുന്നതോ എന്ത് ബിസിനസ് എന്ന് ആലോചിച്ചു. ഇപ്പോ എല്ലാവരും ചെയ്യുന്ന ഒരുവിധം ബിസിനസ് എല്ലാം തന്നെ മൈൻഡിൽ വന്നു. പക്ഷെ എനിക്ക് ബിസിനസിനെ കുറിച്ച് കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു. കുറച്ചെന്ന് പറയുമ്പോ ഒത്തിരി അധികം ഒന്നുമല്ല, 2 കൺസേൺസ്. അതിലൊന്നാണ് ലൈസൻസ് ഒന്നും ആവശ്യമില്ലാത്തതായിരിക്കണം. 2, എന്റെ ബഡ്ജറ്റില് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇത്രയുള്ളായിരുന്നു. സാധാരണ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആലോചിച്ചു തുടങ്ങും. എനിക്കൊരു കുഴപ്പം കൂടിയുണ്ട്, ഒരു മെയിൻ കുഴപ്പം. ഞാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് വിചാരിച്ചു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് പോസിറ്റീവുകളെക്കാൾ കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് നെഗറ്റീവ്സ് ആയിരിക്കും. അങ്ങനെ ചിന്തിച്ച് അവസാനം പരിപാടി അങ്ങ് അവസാനിപ്പിക്കും. ഇപ്രാവശ്യം കാര്യങ്ങളെല്ലാം നേരെ തിരിച്ചായിരുന്നു. സാധാരണ കുറച്ച് പോസിറ്റീവുകളും കുറച്ച് നെഗറ്റീവുകളും എല്ലാം കൂടെ കൂട്ടി മിക്സാക്കി ആലോചിച്ച് ആ പ്ലാനേ അങ്ങ് ക്യാൻസൽ ചെയ്യുകയായിരുന്നു എന്റെ മെയിൻ പരിപാടി. എന്തെങ്കിലും ആവട്ടെ, കുറച്ച് റിസ്ക് എടുക്കാൻ ഞാനങ്ങ് തയ്യാറായി ഇപ്രാവശ്യം. അതിന്റെ ആദ്യ പടിയായി എന്റെ കുറച്ച് ക്ലോസ് സർക്കിളിലുള്ള ആകെപ്പാടെ വിരലിൽ എണ്ണാൻ പറ്റുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ദൈവം സഹായിച്ച് എനിക്കുള്ളൂ. അപ്പോ ആ ക്ലോസ് സർക്കിളിലുള്ള ആളുകളെ വിളിച്ച് കാര്യങ്ങൾ അങ്ങ് അവതരിപ്പിച്ചു. അങ്ങനെ എന്റെ നല്ലവരായ സുഹൃത്തുക്കൾ തന്ന കുറച്ച് മോട്ടിവേഷന്റെ പുറത്ത് ഞാൻ ഇതിലേക്ക് അങ്ങ് ചാടി. പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഫുൾ സപ്പോർട്ടും തന്ന എന്റെ സുഹൃത്തുക്കൾക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് എന്നൊരു കാര്യം എന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു സംഗതി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഒട്ടും എളുപ്പമായിരുന്നില്ല തുടക്കം മുതലേ. ഈ കാര്യത്തിൽ ഞാൻ ആദ്യമായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. സോ കുറേ റിസർച്ച് വേണ്ടി വന്നു. അതിന്റെ ആദ്യപടിയായ ഒരു പേര് കണ്ടുപിടിക്കൽ തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു. ലോകത്തിലുള്ള സകല പേരുകളും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കണ്ടുപിടിക്കുന്ന പേരുകൾക്കൊക്കെ വേറെ ഉടമസ്ഥര് ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ എങ്ങനെയൊക്കെയോ കേദാര വരെ എത്തി. ഇപ്പോ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയ ആദ്യത്തെ 2 ഓർഡറുകളാണ്. അങ്ങനെ കേദാര ഓണായി. അടുത്ത കഥ അടുത്ത പാക്കിങ്ങിലും പറയാം.